ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റിൽ ലൂം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ വഴി ചോദിക്കുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷിൽ ആരെങ്കിലും വന്ന് വഴിയൊക്കെ ചോദിക്കുവാണെങ്കിൽ എങ്ങനെ റിപ്ലൈ ചെയ്യാം എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടാവും. അപ്പം എങ്ങനെയൊക്കെ ഉത്തരം പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും പറയാൻ അറിയത്തില്ല, ഒന്നും പറയാൻ അറിയില്ലെങ്കിലും എന്ത് പറഞ്ഞ് നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാം. അല്ലെങ്കിൽ എനിക്ക് ഓക്കെ വേറെ ആരോടെങ്കിലും ചോദിച്ചോ, അറിയില്ല, ഞാൻ ഈ നാട്ടിൽ പുതിയതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ ഒഴിവാക്കാമല്ലോ. അപ്പം ആ രീതിയിലൊക്കെ എങ്ങനെ നമുക്ക് ഒരാൾ വഴി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഓക്കെ, ഇപ്പം വഴി കാണിക്കുകയാണ്. അപ്പം നിങ്ങളോട് ഒരാൾ വഴി ഒഴിച്ചു, അപ്പം ഇതിലേ പോയാൽ മതിയെന്ന് നമ്മൾ എങ്ങനെ പറയും? ദിസ് വേ പ്ലീസ്, ദിസ് വേ പ്ലീസ്. അതിലേ പോകൂ, ദാറ്റ് വേ പ്ലീസ്, ദാറ്റ് വേ പ്ലീസ്. ഇനി വഴി ചോദിച്ചു, അപ്പം ആ വഴിയിലല്ല പോകേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം നമ്മളിങ്ങനെ പറയണം, നോട്ട് ദിസ് വേ, നോട്ട് ദിസ് വേ. ഇനി അതിലേ അല്ല, വേറൊരു വഴി കൂടെ ഒരാൾ പോകാൻ നിൽക്കുകയാണ്, ഇതുവഴിയാണോ എന്ന് വല്ലതും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം നോട്ട് ദാറ്റ് വേ, ആ വഴിയല്ല. ഇനി ഇതിലേ അല്ല, ഇതിലേ പോകൂ എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? നോട്ട് ദാറ്റ് വേ, ദിസ് വേ പ്ലീസ്, അങ്ങനെ പറയാം. ഇനി ഇതിലേ അല്ല, അതിലേ പോകൂ എന്നെങ്ങനെ പറയാം? നോട്ട് ദിസ് വേ, ദാറ്റ് വേ പ്ലീസ്. ഈസി അല്ലേ? അപ്പം വഴിയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി ഇതിലെ നേരെ പോകൂ എന്നെങ്ങനെ പറയാം? ദിസ് വേ സ്ട്രെയിറ്റ് പ്ലീസ്. കണ്ടോ, എളുപ്പമല്ലേ? ഇനി ഇതിലെ നേരെ മുകളിലോട്ട്, അല്ലെങ്കിൽ നേരെ താഴോട്ട്, നേരെ വലത്തോട്ട്, നേരെ ഇടത്തോട്ട് എന്നൊക്കെ പോയാൽ മതി എന്നെങ്ങനെ പറയാം? ദിസ് വേ സ്ട്രെയിറ്റ്. നേരെ മുകളിലോട്ടാണെങ്കിൽ സ്ട്രെയിറ്റ്. ഇനി താഴേക്കെന്നാണെങ്കിൽ നമുക്ക് പറയാം ദിസ് വേ സ്ട്രെയിറ്റ് ഡൗൺ. ഇനി വലത്തേക്കെന്നാണെങ്കിൽ എങ്ങനെ പറയാം? ദിസ് വേ സ്ട്രെയിറ്റ് റൈറ്റ്, അല്ലെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് ലെഫ്റ്റ് പ്ലീസ്, അങ്ങനെ പറയാം. ക്ലിയർ അല്ലേ? ഇനി അതിലെ നേരെ മുകളിലേക്ക്, അല്ലെങ്കിൽ അതിലെ നേരെ താഴേക്ക്, അല്ലെങ്കിൽ അതിലെ നേരെ വലത്തേക്ക്, ഇടത്തേക്ക്, അങ്ങനെ പറയുന്നത് എങ്ങനെയാ? ദാറ്റ് വേ സ്ട്രെയിറ്റ് അപ്പ്, ദാറ്റ് വേ സ്ട്രെയിറ്റ് ഡൗൺ, ദാറ്റ് വേ സ്ട്രെയിറ്റ് റൈറ്റ്, ദാറ്റ് വേ ലെഫ്റ്റ് പ്ലീസ്, അങ്ങനെ പറയാം. ഇനി ഇതിലെ നേരെ മുകളിലേക്ക്, ഇതിലെ നേരെ താഴേക്ക്, വലതുവശത്തു കൂടി ഇടതുവശത്തു കൂടി പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, അങ്ങനെയൊക്കെ എങ്ങനെ പറയാം? ദിസ് വേ സ്ട്രെയിറ്റ് അപ്പ് ഓർ ഡൗൺ, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ആസ്ക് സമ്മൺ ഓർ ആസ്ക് എനി വൺ. ഓക്കെ, ഈ പറയുന്ന വഴി കൂടെ ഒക്കെ പോയിട്ട് വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് നമുക്ക് പറയാം. ഇനി ഈ വഴിയെ നേരെ താഴേക്ക് പോവുക, എന്നിട്ട് വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞു പോവുക, അങ്ങനെ എങ്ങനെ പറയാം? നേരെ പോകാൻ പറഞ്ഞിട്ട് വേറൊരു ഡയറക്ഷൻ പറയുമ്പോൾ എങ്ങനെ പറയും? ദിസ് വേ സ്ട്രെയിറ്റ് ഡൗൺ ആൻഡ് ടേൺ റൈറ്റ്, അല്ലെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് ഡൗൺ ആൻഡ് ടേൺ ലെഫ്റ്റ്. ഈസി അല്ലേ? ഇനി നിങ്ങൾക്കൊന്നും അറിയില്ല, പറഞ്ഞു കൊടുക്കാനേ അറിയില്ലെങ്കിൽ, വഴി ചോദിച്ചു വരുന്ന ആളെ ഇൻ കേസ് നിങ്ങൾക്ക് ഒഴിവാക്കി വിടണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അറിയില്ല, മറ്റാരോടെങ്കിലും ചോദിക്കൂ. അതെങ്ങനെ പറയാം? നോ ഐഡിയ, പ്ലീസ് ആസ്ക് എനിവൺ എൽസ്. Thank you for your attention and support. It means a lot. Thank you.